അപ്പോൾ ഇന്ത്യ കറണ്ട് അഫയേഴ്സ് 2024 പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റിലെ പോയിന്റ് ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അപ്പോൾ നറുക്കെടുപ്പിലൂടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായിട്ട് കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടനാണ് ധനുഷ്. അപ്പോൾ ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ചിത്രമാണ് ദ കിങ് ഓഫ് മ്യൂസിക്. അതിൽ നായകനാകുന്നത് ധനുഷാണ്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവിയാണ് MM നരവാനെ. അപ്പോൾ MM നരവാനെ എഴുതിയതാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം. 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡൻ്റാണ്. 2024 റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥിയായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ. തമിഴ്നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നടൻ വിജയ് ആരംഭിച്ചത്. അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ MP ആണ് ഷഫീഖുർ റഹ്മാൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ChatGPTയുടെ നിർമ്മാതാവുമായ OpenAIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയാണ് പ്രഗ്യ മിശ്ര. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ChatGPTയുടെ നിർമ്മാതാവുമായ OpenAIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയാണ് പ്രഗ്യ മിശ്ര. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതനായത് നൈമ ഖാത്തൂണാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ആരാണ്? നൈമ ഖാത്തൂണാണ്. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി, ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശലീല. പദ്ധതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശലീല. എന്തിനായിട്ട്? ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി, ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി. ആദർശശീലയാണ് കേട്ടോ. ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസമാണ് പൂർവി ലഹാറാണ് ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസം. ലക്ഷദ്വീപിലെ ആദ്യ സ്വകാര്യ ബാങ്കാണ് HDFC ബാങ്ക്. ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിലാണ് HDFC ബാങ്ക്. ലക്ഷദ്വീപിലെ ആദ്യ സ്വകാര്യ ബാങ്കാണത്. IMF റിപ്പോർട്ടുകൾ പ്രകാരം 2025ഓടെ ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ആണ്. അപ്പോൾ 4ാമത്തെ സ്ഥാനത്താണ്. IMF റിപ്പോർട്ടുകൾ പ്രകാരം 2025ഓടെ ലോകത്തിലെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമത്തെ സ്ഥാനമാണ്. 2024 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായി ആയ വ്യക്തിയാണ് സുധീർ കക്കർ. അപ്പോൾ ഇന്ത്യൻ സൈക്കോ അനാലിസിസിൻ്റെ പിതാവ് ആരാണ്? സുധീർ കക്കറാണ്. അദ്ദേഹം 2024 ഏപ്രിലിൽ അന്തരിച്ചു. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന കടലിനുമേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ പാലം. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന കടലിനുമേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ പാലം. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ അന്തരിച്ചത് 2024 ഫെബ്രുവരി 21-നാണ്. ഫാലി എസ് നരിമാൻ്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. ഫാലി എസ് നരിമാൻ്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്.
ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് സാക്ഷം ആപ്പ്. അപ്പോൾ സാക്ഷം ആപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച ഒരു മൊബൈൽ ആപ്പാണ്. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സി വിജിൽ. അപ്പോൾ സി വിജിൽ എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സി വിജിൽ എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായമാണ് 85 വയസ്സ്. ഇപ്പോൾ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ടിനുള്ള പ്രായമാണ് 85 വയസ്സ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പോയിൻറ്റ്സാണ് ഇനിയുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. നമ്മളിപ്പോൾ തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടത് 2 ആപ്പ് പഠിച്ചു, 3 ആപ്ലിക്കേഷൻ്റെ പേര് പഠിച്ചു. സാക്ഷം ആപ്പ്, സി വിജിൽ, വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബോധവൽക്കരണ പരിപാടിയാണ് സ്വീപ്പ്. സ്വീപ്പ് എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയും. അതിൻ്റെ ഫുൾ ഫോമാണ് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ. സ്വീപ്പ് വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബോധവൽക്കരണ പരിപാടിയാണത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്നതിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് KYC ആപ്പ്. എന്താണ് KYCയുടെ പൂർണ്ണരൂപം എന്ന് ചോദിച്ചാൽ നോ യുവർ കാൻഡിഡേറ്റ്. നോ യുവർ കാൻഡിഡേറ്റ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് അറിയുന്നതിനാണ് KYC ആപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പശ്ചിമ ബംഗാളിൽ CPM അവതരിപ്പിച്ച അവതാരികയാണ് സമത. അപ്പോൾ സമത അവതാരികയാണ് പശ്ചിമ ബംഗാളിൽ അവതരിപ്പിച്ചതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പശ്ചിമ ബംഗാളിൽ CPM അവതരിപ്പിച്ച അവതാരികയാണ് സമത. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലാണ് സുവിധ പോർട്ടൽ. സുവിധ പോർട്ടൽ എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലാണ് സുവിധ പോർട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ആണ് എൻകോർ. എൻകോർ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ആണ് എൻകോർ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ് അല്ലേ? അപ്പോൾ രാജീവ് കുമാറാണ് EZ കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. EZ കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കൺ ആയി തിരഞ്ഞെടുത്ത പാരാ അമ്പെയ്ത്ത് താരമാണ് ശീതൾ ദേവി. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായി തിരഞ്ഞെടുത്ത പാരാ അമ്പെയ്ത്ത് താരമാണ് ശീതൾ ദേവി. അപ്പോൾ ശീതൾ ദേവി ആരാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായി തിരഞ്ഞെടുത്ത പാരാ അമ്പെയ്ത്ത് താരമാണ് ശീതൾ ദേവി. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ഗോപിചന്ദ് തോട്ടക്കുറ. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ഗോപിചന്ദ് തോട്ടക്കുറ. ബ്ലൂ ഒറിജിൻ്റെ ന്യൂ ഷിപ്പേർഡ് ബഹിരാകാശ പേടകത്തിൽ യാത്ര പൂർത്തിയാക്കി. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന 2ാമത്തെ ഇന്ത്യൻ പൗരനാണ് ഗോപിചന്ദ് തോട്ടക്കുറ. അപ്പോൾ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന 2ാമത്തെ ഇന്ത്യൻ പൗരനാണ് ഗോപിചന്ദ് തോട്ടക്കുറ.
2024 ഏപ്രിലിൽ നടന്ന ഇന്ത്യ, മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസമാണ് ദോസ്തി 16. അപ്പോൾ ദോസ്തി 16 എന്നാണ് 2024 ഏപ്രിലിൽ നടന്ന ഇന്ത്യ, മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസമാണ് കേട്ടോ. ഇന്ത്യൻ നാവികസേനയുടെ 26ാമത് മേധാവി ആരാണ്? അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. 26ാമത്തെ മേധാവിയാണ് ഇന്ത്യൻ നാവികസേനയുടെ 26ാമത് മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം. ഏത് റിപ്പോർട്ട് പ്രകാരം? യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. അപ്പോൾ ബ്രഹ്മോസ് ആണ് ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറാണ് സഞ്ജന സംഘി. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറാണ് സഞ്ജന സംഘി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ 1984 നടത്തിയ ഏത് സൈനിക നടപടിയാണ് 2024 40 വയസ്സ് പിന്നിട്ടത്? ഓപ്പറേഷൻ മേഘദൂത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ 1984 നടത്തിയ ഏത് സൈനിക നടപടിയാണ് 2024 40 വയസ്സ് പിന്നിട്ടതെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ മേഘദൂത്. ടൈം മാഗസിൻ്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാണ് സാക്ഷി മാലിക്. ടൈം മാഗസിൻ്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാണ് സാക്ഷി മാലിക്. ടൈം മാഗസിൻ്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടിയാണ് ആലിയ ഭട്ട്. അപ്പോൾ ആലിയ ഭട്ടാണ് ടൈം മാഗസിൻ്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടി. ബാക്കി പോയിൻറ്റ്സ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.